വഴിക്കടവിൽ 15-കാരൻ ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിച്ച കോൺഗ്രസ് നേതൃത്വം വിശദാംശങ്ങൾ പുറത്തുവന്നതോടുകൂടി വെട്ടിലായി. രാത്രിയിൽ സർക്കാരിനെതിരെ സമരം നടത്തിയ കോൺഗ്രസ് നേതാക്കൾ പിടിയിലായ പ്രതി വിനേഷ് കോൺഗ്രസ് പ്രവർത്തകനാണെന്ന വിവരം അറിഞ്ഞതോടെ നിശബ്ദരായി പിൻവാങ്ങി. സംഭവം നടന്ന ഉടൻ തന്നെ പോലീസ് പ്രതിയെ പിടികൂടിയിരുന്നു. അന്വേഷണം ജില്ലാ ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തിട്ടുണ്ട്. വഴിക്കടവിൽ പന്നിയെ പിടിക്കാനായി നിയമവിരുദ്ധമായി ഒരുക്കിയ വൈദ്യുതിക്കിടയിൽപ്പെട്ട് 15-കാരൻ അനന്തു മരിച്ച സംഭവം നാടിനെ ആകെ സങ്കടത്തിലാക്കി. ദുരന്ത വിവരം അറിഞ്ഞ് എല്ലാവരും പകച്ചു നിൽക്കുമ്പോൾ UDF നേതാക്കൾ വിഷയത്തെ രാഷ്ട്രീയ നേട്ടത്തിനായി ഉപയോഗിക്കുകയായിരുന്നു. രാത്രിയിൽ നിലമ്പൂർ നഗരത്തിൽ ഭീകരാവസ്ഥ സൃഷ്ടിച്ച് പ്രതിഷേധ നാടകം നടത്തുകയായിരുന്നു കോൺഗ്രസ് നേതാക്കൾ. സംഭവം സർക്കാർ സ്പോൺസർഡ് കൊലപാതകം എന്നുവരെ ആരോപിച്ചു ജ്യോതികുമാർ ചാമക്കാല. സർക്കാർ സ്പോൺസേഡ് കൊലപാതകമാണിത്. അപകടമെന്ന് നിങ്ങൾ സിംപ്ലിഫൈ ചെയ്യരുത്. ഇത് സർക്കാർ സ്പോൺസേഡ് കൊലപാതകമാണ്. ഈ കൊലപാതകത്തിനെതിരെ ഞങ്ങൾ പ്രതിഷേധിക്കുന്നില്ല. എന്നാൽ സംഭവം നടന്ന ഉടൻ തന്നെ പോലീസ് പ്രതിയെ പിടികൂടിയിരുന്നു. കോൺഗ്രസ് പ്രവർത്തകനായ വിനേഷ് പന്നിയെ വേട്ടയാടി വിൽക്കുന്നയാളാണ്. ഇയാളും കുടുംബവുമൊക്കെ കോൺഗ്രസിന്റെ പരിപാടികളിലെല്ലാം സജീവമായി പങ്കെടുക്കാറുണ്ട്. നേരത്തെയും വൈദ്യുതി മോഷ്ടിച്ച് കെണിയൊരുക്കി പന്നിയെ പിടികൂടിയിട്ടുണ്ട് വിനേഷിന്റെ വിവരങ്ങൾ പുറത്തു വന്നതോടെ കോൺഗ്രസ് നേതൃത്വം വെട്ടിലായി. പന്നികളെ വെടിവെച്ച് കൊല്ലാൻ സർക്കാർ അനുമതി നൽകിയിട്ടും UDF ഭരിക്കുന്ന വഴിക്കടവ് പഞ്ചായത്ത് അധികൃതർ ഇക്കാര്യത്തിൽ ഒരിടപെടലും നടത്തിയിട്ടില്ലെന്നും ആരോപണമുണ്ട്. മാസങ്ങൾക്ക് മുമ്പ് ഒരു കോൺഗ്രസ് പ്രവർത്തകൻ സമാന രീതിയിൽ ഷോക്കേറ്റ് മരിച്ചപ്പോൾ നേതൃത്വം അനങ്ങിയിരുന്നില്ലെന്നും പ്രദേശവാസികൾ പറയുന്നു. അത് 2 മാസം മുമ്പ് കാരക്കോട് നടന്ന സംഭവത്തിൽ അന്ന് ഈ പറഞ്ഞ അത് കോൺഗ്രസിന്റെ സജീവ പ്രവർത്തനമാണ്. അന്ന് ഈ കോൺഗ്രസ്സുകാർ ആരും ഈ പറയുന്ന അരുൺ ഷൗക്കത്ത് അടക്കമുള്ള ആരും ആ വീട്ടിൽ വരികയോ ഒരു അനുശോചന രേഖപ്പെടുത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പം ഇവിടെ ഇല്ലാത്തൊരു പ്രശ്നം, സാധാരണ ഇപ്പോൾ ഈ കമ്പി ഇങ്ങനെ വെച്ചിട്ടുള്ളത് കോൺഗ്രസ് പ്രവർത്തനമാണ്. പക്ഷെ ആ പ്രതിനെ പിന്നെ പിടിക്കാനോ അല്ലെങ്കിൽ അതിന് വേണ്ട ശിക്ഷ കൊടുക്കാനോ പിന്നെ ഇവിടുത്തെ ഈ എന്താ പറയുക ഈ കോൺഗ്രസിന്റെ ആളുകൾ അതിനു വേണ്ടി ഒരു പ്രതികരണം ഒരു സമരം കാര്യങ്ങളൊന്നും ദൂരം നടത്തിയിട്ടില്ല. അതേസമയം വിഷയത്തിൽ സംസ്ഥാന സർക്കാർ സമഗ്രമായ ഇടപെടലാണ് നടത്തിയത്. സംഭവം നടന്ന ഉടൻ തന്നെ പ്രതിയെ പിടികൂടി. അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറി. പ്രതിയുടെ രാഷ്ട്രീയ പശ്ചാത്തലം ഉൾപ്പെടെ വിശദമായ അന്വേഷണമാണ് നടക്കുന്നത്. ദുരന്തമുഖത്ത് പോലും രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്ന കോൺഗ്രസിന്റെ പതിവ് രീതിയാണ് നിലമ്പൂരിലും കണ്ടത്. എന്നാൽ പ്രതിയുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന പുതിയ വിവരങ്ങൾ കോൺഗ്രസിനെ വല്ലാതെ പ്രതിസന്ധിയിലാക്കുകയാണ്. നിലമ്പൂരിൽ നിന്നും PV കുട്ടൻ.